ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗംഗയും നിളയും അമ്മൂമ്മയും കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗംഗ നിളയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീയെ ഒരു കാര്യം ചെയ്തില്ല, എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു നൂല് പോലും എനിക്ക് എടുത്ത് സഹായിക്കാൻ അവൾ ഉണ്ടായിരുന്നില്ല എന്നങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ കാവേരി എവിടേക്ക് വരികയാണ്. എന്താ ചേച്ചി ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവളൊരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ മനസ്സിലായില്ലേ ചേച്ചിക്ക്, ഇവളെ പഠിപ്പിക്കാനിരുത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഇവൾക്ക് കൊട്ട് കിട്ടുന്നത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് രാധമ്മയോട് നമ്മുടെ ഗംഗ ചോദിക്കുന്നുണ്ട്, എല്ലാ അച്ചമ്മയ്ക്ക് കൊട്ടൻ ചുക്കാതി തൈലം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അത് കിട്ടി എന്ന് പറയുന്നുണ്ട്. അച്ചമ്മയ്ക്ക് നമ്മളോട് ദേഷ്യം, എടുത്തു കൊടുത്തില്ലല്ലോ, നമ്മൾ നോക്കി കൊടുക്കാത്തതിൽ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിലും അച്ചമ്മയുടെ കണ്ണിലൊഴിക്കണ മരുന്ന് ഇന്നാൾ തെരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ അച്ചമ്മയുടെ ബെഡിൻ്റെ തലേണയ്ക്കടിയിൽ തന്നെ ഉണ്ടായിരുന്നു അത് എന്നിങ്ങനെ ഗംഗ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ശാരദ വരുന്നത്. വിനീത് കൊടുത്ത പുതിയ മാക്സിയും ഇട്ടിട്ടാണ് അവൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ അവൾ ഒരു ചെറിയൊരു നാണത്തോട് കൂടിയിട്ടാണ് തൻ്റെ മക്കൾ എന്തായാലും തനിക്ക് ഇതിനൊരു അഭിപ്രായം പറയും, കളിയാക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവൾ വരുന്നത്. പക്ഷേ ഇവരാരും അത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ഫസ്റ്റ്. പക്ഷെ രാധമ്മയ്ക്ക് അത് മനസ്സിലായി. അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, അടുക്കളയിലോട്ടൊന്നും കണ്ടുപോലും ഇല്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ ശാരദ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ ഡ്രസ്സിന് മാർക്കിടാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു പുതിയൊരു മാക്സി ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതിനെന്ത് മാർക്കിടാനാ എന്നിങ്ങനെ ശാരദ പറയുന്നുണ്ട്. ശാരദ വിചാരിച്ച് ശാരദയ്ക്ക് മാർക്കിടാൻ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ആ സമയം അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയ്ക്ക് കാര്യം മനസ്സിലായി. ഗംഗ പറയാണ്, ഇത് മനസ്സിലായില്ലേ, ഇത് വിനീത് ഏട്ടൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത പുതിയ മാക്സിയാണ്. അമ്മ വിചാരിച്ച് അമ്മയുടെക്ക് മാർക്കിടാനിരിക്കായിരിക്കുന്നത്, അമ്മയ്ക്ക് നാണമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീളെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാരദയ്ക്ക് ചെറുതായി ഒന്ന് വിഷമമാവുകയാണ്. ആ സമയം തന്നെ അവിടേക്ക് യമുന വരികയാണ് സാരി കൊടുത്തിട്ട്. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ സമയം ഗംഗ പറയുന്നുണ്ട്, എടി നിനക്ക് ഇതിലൊന്നും പറയാനില്ല, മാർക്കിടാനില്ല, 100ൽ 100 തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി ചേച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെന്താടി ഞാനല്ലടി നിനക്ക് ഉടുപ്പിച്ച് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും ചേച്ചി പറയുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാവേരി പറയുന്നുണ്ട്, സൂപ്പർ അമോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവൾക്കൊരു ഉമ്മ കൊടുക്കണം, മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മതി എന്ന് പറയാണ്. നീ എന്തായാലും അത് മാറ്റിയിടാൻ നോക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിള പറയാണ്, എനിക്കൊരു സാരി കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അല്ല സാരി ഉടുത്തെന്ന് വിചാരിച്ചപ്പോൾ യമുനേച്ചിനെ പൊക്കി ആകാശം വരെ എത്തിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഒരു ഭംഗിയില്ല, എന്താണ്ട് പാടത്ത് കോലം കുത്തിയ പോലെയുണ്ട് എന്നിങ്ങനെ നിള യമുനയെ നോക്കി പറയുമ്പോൾ, എടി നിനക്ക് കുശുമ്പാടി എന്നും പറഞ്ഞ് അവളുടെ പുറകെ ഓടുകയാണ് യമുന. നിളയെ ഓടിച്ചിടുന്നുണ്ട്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, മോളെ നീ അത് അഴിച്ചു വെക്കിടി, നാളെ നിനക്ക് പോകുമ്പോൾ ഇടാനുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അതും പറഞ്ഞ് ഗംഗയും പറയുന്നുണ്ട്, എനിക്ക് കുറേ തുന്നാനുണ്ടാകും, ഇന്ന് പാതിരായാലും തുന്നി തീരില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ശാരദയോട് രാധമ്മ പറയുന്നത്, എനിക്ക് വിഷമമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനമ്മേ എടി, ഒരു നാൾ കഴിഞ്ഞാൽ നമ്മളും പ്രായമാവും, പിന്നെ നമ്മളെ ഒന്നും ആരും മൈൻഡ് ചെയ്യാതാവും. അങ്ങനെയൊന്നുമില്ല അമ്മേ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. എന്തായാലും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കണം, അവർ നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ രാധമ്മയോടായിട്ട് ശാരദ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിവിഡ് അച്ഛനും അമ്മയും കൂടിയിട്ട് കല്യാണ വിളികളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ അവരെ വിളിച്ചോ അവരൊക്കെ മറക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കുമ്പോൾ അവിടേക്ക് നിവീൻ വരികയാണ്. അപ്പം നിവീൻ പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഭാര്യ അവിടെ നിന്നും ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭാര്യ വേലക്കാരിയോട് ഒരു ചായ എടുത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ് രാജേശ്വരി. അപ്പോൾ ആ സമയത്ത് അച്ഛനോടായിട്ട് നിവിൻ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് കല്യാണം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല, പിന്നെ നിനക്ക് എന്താ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ എടുത്തേക്ക് രാജേശ്വരി പറഞ്ഞു, അവൻ എന്താ താല്പര്യം, അവന് ആ പെണ്ണിനെ എന്ന് ഞാനിവിടെ ജോലിക്കെടുത്തു അന്ന് അവളെൻ്റെ മോൻ്റെ കൈയും കലാശവും കാണിച്ച് അവനെ വളച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം നിവിൻ പറയണം, ഒരിക്കലുമില്ല, കാവേരിയെ എനിക്കാണ് അങ്ങോട്ട് ഇഷ്ടം, കാവേരിക്ക് അങ്ങനെ ഒരു ഇഷ്ടം എന്നോടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ വെറുതെ വേണ്ടാത്ത നിൽക്കുന്നത്? അപ്പോൾ ആ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ വല്ലയിടത്തേക്കും നാട് വിടും, അത് ഉറപ്പാണ്, പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നിവിൻ. അപ്പോൾ ആ സമയം തന്നെ രാജേശ്വരി പറയുന്നത്, നീ അങ്ങനെ നാട് വിടുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായില്ല, നീ ചിത കൊളുത്തേണ്ടി വരും ഞങ്ങൾക്ക് വേണ്ടി എന്നും അവരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിവിൻ പെട്ടുപോവുകയാണ്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ അവളെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പോൾ നിവിൻ്റെ അച്ഛൻ പറയാണ്, എടാ ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തേ, വളരെ ചെറുപ്പത്തിലെ തന്നെ നിനക്കുള്ളതാണ് അവൾ എന്ന് പറഞ്ഞ്, അവൾക്ക് വേറൊരു ദുസ്വഭാവം വേറൊരു പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അപ്പോൾ ജയബാലൻ പറഞ്ഞത്, എൻ്റെ മകളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയതെന്നാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് നാണക്കേടാണ് ഉണ്ടായത്, കാരണം നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളതും, അതുകൊണ്ട് തന്നെ നീ അവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. നിവിൻ പെട്ടുപോയ പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ
നമ്മുടെ യമുന സാരിയെ കൊടുത്തിട്ട് വന്ന് കാവേരിയെ വിളിക്കുകയാണ്, ചേച്ചി എഴുന്നേൽക്കുക. അപ്പോൾ കാവേരി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഒന്ന് പോയേടി നീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങാണ്. ചേച്ചി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ച് എഴുന്നേൽപ്പ്. 8 മണിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി 8 മണിയോ എന്ന് ചോദിക്കുന്നില്ല. അതെ, ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങി. അല്ല, ഞാൻ അകിന്നെ കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞ് എനിക്ക് കോളേജിൽ കൊണ്ടാക്കി തായോ എന്ന് പറയുന്നുണ്ട്. ശരിയടി, നീ എന്നാ പോയിട്ട് വാ, ഞാൻ അപ്പോൾ തന്നെ റെഡി ആവാം എന്നും പറഞ്ഞ് കാവേരി അങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് കാവേരി പറയുന്നുണ്ട്, അലാറം പോലും അടിച്ചില്ലല്ലോ, ഞാൻ എന്താ ഇത്ര നേരം കിടന്നുറങ്ങി എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കണേ കാണുന്നുണ്ട്. യമുന തലേ ദിവസം സ്വിച്ച് ഓഫ് ആക്കിയതാണ് നിവിൻ്റെ കോള് വന്നപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇത് ആരും ഇത് ഓഫ് ചെയ്ത് വെച്ചത് എന്ന് പറഞ്ഞ് അത് ഓൺ ആക്കുന്നുണ്ട്. അപ്പോഴാണ് നിവിൻ്റെ മെസ്സേജ് കാണുന്നത്. എന്താ കാവേരി കോള് കട്ട് ചെയ്യുന്നത്, എന്താ എടുക്കാത്തതെന്നും ചോദിച്ചിട്ടുള്ള മെസ്സേജ്. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ നിവിൻ്റെ കോള് വന്നത് കട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ ഇന്നലെ യമുനയായിരിക്കുമല്ലേ ഈ കോള് എടുത്ത് കട്ട് ചെയ്തതും അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്തതും, അവൾ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്നാലും എന്തിനായിരിക്കും നിവിൻ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവൾ തിരിച്ച് നിവിനെ വിളിക്കുകയാണ്. നിവിനെ വിളിക്കുമ്പോൾ നിവിനാണെങ്കിൽ അവിടെ ആകെ കൺഫ്യൂഷനിൽ ആകെ ടെൻഷനിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവളോട് ഞാനിപ്പോൾ വിളിച്ചിട്ട് എന്താ പറയുക, ഇവളോട് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗിണിയുമായിട്ടുള്ള വിവാഹം എങ്ങനെ ഒഴിയും ഞാൻ, അതുകൊണ്ട് അച്ഛനെ അമ്മയെ എങ്ങനെയും സമ്മതിപ്പിക്കണം, രാഗിണിയുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കിയതിന് ശേഷം ഇവളോട് ഇഷ്ടം പറഞ്ഞാൽ മതി, തുറന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവളെ കോൾ എടുക്കുന്നില്ല. അങ്ങനെ കാവേരി എന്താ പറ്റിയാവോ, നിവിൻ എന്താ കോൾ എടുക്കാത്തത്, എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും യമുന വീണ്ടും വന്ന് ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പം റെഡി ആവാടി, ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് എപ്പോഴാ, ഒരു കാര്യം ചെയ്യും, അപ്പം നീ എന്നാൽ വിനീതേട്ടനോട് ഒന്ന് കൊണ്ടുവന്നാക്കി തരാൻ പറയും എന്ന് കാവേരി പറയുമ്പോൾ, ചേച്ചി ഒരു കാര്യം ചെയ്യും, ആ വണ്ടിയുടെ കീ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താടി തരാലോ എന്ന് പറയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ ഈ വരുന്ന ബർത്ത്ഡേക്ക് എനിക്ക് അച്ഛൻ വണ്ടി വാങ്ങിത്തരാമെന്ന് പറഞ്ഞതായിരുന്നു, അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വാങ്ങി തന്നേനെ എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, മോള് ടെൻഷൻ അടിക്കണ്ട, മോൾ അന്ന് കുഞ്ഞല്ലായിരുന്നത്, അതുകൊണ്ട് വണ്ടിയൊക്കെ കൊണ്ടുപോയി വല്ലയിടത്തും തട്ടിയാലും ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ട് അന്ന് എന്തായാലും അച്ഛന് മനസ്സിലായിട്ടുണ്ട് ഈ പിറന്നാളാവുമ്പത്തിന് നീ എന്തായാലും വലിയ കുട്ടിയാകുന്നുള്ളത്, അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്, നീ വിഷമിക്കേണ്ട, എന്തായാലും നിനക്ക് പഴയ വണ്ടിയല്ല ഒരു പുതിയ വണ്ടി തന്നെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഈ ചേച്ചി നിനക്ക് വാങ്ങിത്തരുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ താക്കോല് അവൾ വാങ്ങിയിട്ട് അവൾ വലിയ സ്നേഹപ്രകടനമൊക്കെ നടത്തി അവിടെ നിന്നും പോവുകയാണ് വണ്ടിയും എടുത്തിട്ട്. അങ്ങനെ ആ സമയത്തും ഈ പറയുന്ന ഇവിടെ ശാരദ നമ്മുടെ നിളയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അവളെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ രാധമ്മയാണെങ്കിൽ പേപ്പർ വായിച്ചിരിക്കുകയാണ്. രാധമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ ബഹളവും കാര്യങ്ങളും കേട്ടിട്ട്. അപ്പോൾ കാവേരി അവിടേക്ക് വരുന്നത്, എന്താ അമ്മ ഇവിടെ എന്ന് ചോദിക്കുന്നത്. അവൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവളുടെ ക്ലാസ്സിൽ അവളുടെ സ്കൂളിൽ കരാട്ടെ ക്ലാസ് ഉണ്ട്, അതിൽ ചേരാൻ പൈസ ചോദിച്ചിട്ടാ, അത് കൊടുത്തെങ്കിൽ അവൾ ഇനി ഇറക്കുള്ളൂ ഭക്ഷണം, അതാണ് അവളുടെ ന്യായം എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിനെന്താ അമ്മേ അവൾ ചേർന്നോട്ടെ, നിനക്ക് എന്താ, അവൾക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പറ്റിയതാണോ ഒരു കരാട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മുടെ ശാരദ വഴക്ക് പറയുമ്പോൾ നീള പറയുകയാണ്, പെൺകുട്ടി ആയതുകൊണ്ടാണ് അമ്മ അതിൽ ചേരണമെന്ന് ഞാൻ പറയുന്നത്, അന്ന് യമുനേച്ചിയെ അവർ തട്ടിക്കൊണ്ട് പോയ സമയത്ത് യമുനേച്ചിക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ അവരൊക്കെ ഇടിച്ചിട്ട് പോരുമായിരുന്നില്ല, നമുക്കൊരു നാണക്കേടോ അല്ലെങ്കിൽ ആൾക്കാരെ പരിഹാസമൊന്നും നമ്മൾ കേൾക്കേണ്ടി വരില്ല, യമുനേച്ചിക്ക് അത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാരദ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കാവേരി പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കേണ്ട മോളെ, മോൾക്കുള്ള പൈസ ഞാൻ തരാം വാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്തായാലും നമ്മുടെ ഈ വിശാലും കൂട്ടരും പുറത്ത് റോഡ് സൈഡിൽ അങ്ങനെ നിന്നിട്ട് അവരങ്ങനെ മയക്കുമരുന്നും അതുപോലെ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്, ലഹരി വസ്തുക്കളൊക്കെ അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ ഇവള് വരുന്നത്, യമുന വരുന്നത്. എന്തായാലും യമുനയെ അവർ പുറകെയായിട്ട് ഇവർ 3 പേരും ബൈക്കിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടേക്ക് രക്ഷകനായി എത്തുന്നത് നിവിൻ തന്നെയാണ്. അപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് നിവിന് തന്നോട് പ്രണയമുള്ളത് കൊണ്ടാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് യമുന വിചാരിക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ്. എന്തായാലും നാളത്തെ പ്രൊമോയും കൂടിയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.